പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ഇന്ന് ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകും. നിധി എന്ന ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞ് ഇനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിൽ കഴിയും. CWC അധികൃതരും പോലീസും അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 മണിക്ക് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ നിധിയുമായി പുറപ്പെടും. വിവരങ്ങളുമായി ആൻമരിയ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, നിധിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആദ്യം വല്ലാത്ത ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് അതൊരു ആശങ്ക മാറി ആശ്വാസത്തിന് വഴിയാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ചികിത്സയിൽ ഭേദമായി കുഞ്ഞിന്റെ ആരോഗ്യം. പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ ജാർഖണ്ഡിലേക്ക് വിടുകയാണ്. അതൊരു കുറച്ചൊരു സങ്കടവുമാണ് അല്ലേ? തീർച്ചയായിട്ടും കുഞ്ഞ് ആദ്യം തന്നെ പറയട്ടെ, കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുകയാണ്, വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. നമ്മൾ കേരളക്കരയെ ആകെ ഒന്നായിട്ട് ചേർത്ത് പിടിച്ച് ഒരു പേരൊക്കെ നൽകി ഒന്ന് ചേർന്ന് കൊണ്ടുപോയതാണ് നമ്മുടെ നിധിയെ. ആ നിധിയെ ജാർഖണ്ഡിലേക്ക് കയറ്റിവിടുന്നതിന്റെ ചെറിയ വിഷമത്തിലാണ് ഈ ഓഫീസിലുള്ള ആളുകളെല്ലാവരും. ആ ചെറിയൊരു വിഷമത്തിലാണ്. അതിനോടൊപ്പം തന്നെ സന്തോഷവുമുണ്ട്. ജാർഖണ്ഡിലേക്കാണ് അയക്കുന്നത്. അവർ ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയാണ്. അപ്പം ഒരു സ്വന്തം നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു എന്നതിന്റെ സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമ്മൾ ചേർത്ത് പിടിച്ച കുഞ്ഞാണ്. അതിന് ആ കുട്ടിയെ ഇന്ന് നമ്മൾ ജാർഖണ്ഡിലേക്ക് വിടുകയാണ്, CWCക്ക് കൈമാറുകയാണ്. എന്താ തോന്നുന്നത് ഈ നിമിഷം? ഒരു വിഷമമുണ്ടോ? അതോടൊപ്പം തന്നെ എന്താ പറയാ? ഞങ്ങൾ ഏറ്റെടുത്ത കുഞ്ഞിന് സായിലാധികൃതര് പൊന്നുപോലെ നോക്കിയിരുന്നു. ഇന്ന് അവൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ CWC ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള തീരുമാനങ്ങൾ അവിടുത്തെ CWC തീരുമാനിക്കും. തീർച്ചയായും പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ബയോളജിക്കൽ പാരന്റ്സിന് അർഹതപ്പെട്ട കുഞ്ഞാണിത്. അപ്പൊ അത് അവിടുത്തെ CWC തീരുമാനത്തോടുകൂടി അങ്ങ് നടക്കട്ടെ എന്ന് നമ്മള് പേരന്റ്സിനെ ഇവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷണ ഭാഗമായിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പേരന്റ്സ് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ വേണം എന്ന് പേരന്റ്സും ആവശ്യപ്പെട്ടിരുന്നു. അപ്പം പക്ഷേ കുഞ്ഞിന്റെ പൂർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ CWCക്ക് കൈമാറുന്നു. ഇനി അവിടുത്തെ CWC ആണോ തീരുമാനിക്കുന്നത്? തീർച്ചയായും അവിടുത്തെ CWC ആണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനത്തിന്റെ പുറത്തായിരിക്കും അച്ഛനമ്മമാർക്ക് കൈമാറുക. കഴിഞ്ഞ ജനുവരി 29-28 ഈ കുഞ്ഞ് ജനിക്കുന്നത്. അതിനുശേഷം ഈ സ്വകാര്യ ആശുപത്രിയിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. പിന്നീട് പേരന്റ്സ് കേരളത്തിൽ നിന്ന് ഉപേക്ഷിച്ച് ജാർഖണ്ഡിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം കുറച്ച് വിഷമങ്ങളിലും കുട്ടിയുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും ചികിത്സ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും വലിയ തരത്തിലുള്ള ആകുലതകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് സർക്കാർ കുട്ടിയെ ഏറ്റെടുക്കുന്നത്, ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിന് നിധി എന്ന് പേര് നൽകുന്നു. പിന്നെ കേരളക്കരയാകെ ഒന്നായിട്ട് ചേർത്ത് പിടിക്കുന്നു. പിന്നീട് നടത്തിയ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കൾ ജാർഖണ്ഡിലുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. പിന്നീട് പോലീസ് ജാർഖണ്ഡിലേക്ക് കേന്ദ്രീകരിക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് മാതാപിതാക്കൾ അറിയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കേരളത്തിലെ CWCക്ക് ആ ഒരു വിവരം നൽകുകയും ചെയ്തു. പിന്നീട് അവരെ കേരളത്തിലേക്ക് വിളിപ്പിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും മറ്റ് അന്വേഷണവുമായി എല്ലാം പോവുകയും ചെയ്തു. പക്ഷേ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം ആ കുടുംബത്തിനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ജാർഖണ്ഡ് CWCക്ക് കുട്ടിയെ കൈമാറാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. എന്തായാലും നിധിയുമായിട്ട് അല്പസമയങ്ങൾക്ക് ശേഷം ജാർഖണ്ഡിലേക്ക് ഉദ്യോഗസ്ഥർ യാത്ര തിരിക്കുകയാണ്. പിന്നീട് ജാർഖണ്ഡ് CWC ആയിരിക്കും കുഞ്ഞിന്റെ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ പേരന്റ്സിന് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കുക. സ്മിത, കേരളത്തിന്റെ വളർത്തുമകളായ നിധി ഇനിയിപ്പോൾ ജാർഖണ്ഡിന്റെ സ്വന്തം നിധിയായി മാറാൻ പോവുകയാണ്. കുഞ്ഞിന് എല്ലാ ആയുരാരോഗ്യ ആശംസകളും നേരുന്നു.